ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 14 കോടിയുടെ പർച്ചേസ് നടത്തിയാൽ റിട്ടേൺ 23 കോടിയാണ്. ഇതിന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 60 ദിവസം എന്ന് പറയാം. അപ്പോൾ ഏത് ബിസിനസ്സിലും ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള കാര്യം ഇവർക്കൊക്കെ ഒന്ന് ഇതിൻ്റെ സെയിൽസിലേക്ക് വേണ്ട അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഇതൊന്നും ഇല്ലാതെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി. നമ്മൾ ടാൽറോപ്പിൻ്റെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സഫീർ ബ്രോയുടെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ, കോപ്പി വർക്ക് ബ്രാൻഡ്സ് അത് ആ വെബ്സൈറ്റിൽ ഒതുക്കുമായിരുന്നു. ഹായ് ഓൾ, നമ്മുടെ മറ്റൊരു അൺടോൾഡ് സ്റ്റോറീസിൻ്റെ അധ്യായമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പമുള്ളത് നമ്മുടെ തന്നെ ഒരു വലിയൊരു വെഞ്ചർ, കോപ്പിയിൽ വെക്കുന്ന ഒരു വെഞ്ചറിൻ്റെ, അതോടൊപ്പം ഫസ്റ്റ് ലൈൻ എന്നുള്ളൊരു വെഞ്ചറിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അബ്ദുൽ ബ്രോയാണ്. അപ്പോൾ അബ്ദുൽ ബ്രോ നമ്മൾ കുറച്ച് നാളായി പരിചയപ്പെട്ടിട്ട്, അങ്ങനെ നമ്മൾ കുറേ ആശയങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റവും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടൈസൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്കൊരു ഗ്ലോബൽ വെഞ്ചർ ഉണ്ടാക്കിക്കൂടാ. ഈ ഒരു ആശയത്തിലാണ് നമ്മളെങ്ങനെ പരിചയപ്പെടുന്നതും ഇന്നിങ്ങനെ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എന്താണ് അബ്ദുൽ ബ്രോ ബിൽഡ് ചെയ്യുന്ന നമ്മുടെ കോപ്പിയിൽ വെക്കുന്നതും ഫസ്റ്റ് ലൈൻ എന്നൊക്കെ പരിചയപ്പെടാനും ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റം എങ്ങനെയാണ് ഈ ഒരു വെഞ്ചറിനെ അല്ലെങ്കിൽ ഈ വെഞ്ചേഴ്സിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അബ്ദുൽ ബ്രോ, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. താങ്ക് യു. ഓക്കെ, അബ്ദുൽ ബ്രോയുടെ ഒരു ജേണി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്, അബ്ദുൽ ബ്രോയുടെ ഒരു പഠന കാലഘട്ടം മുതൽ ഇതുവരെയുള്ള അബ്ദുൽ ബ്രോ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്താൽ ബെറ്റർ ആയിരിക്കും. ഞാൻ പഠിച്ചു വളർന്നത് സൗദിയിലാണ്. മിക്ക മലബാർ ഫാമിലീസിനെ പോലെ സൗദിയിൽ ജിദ്ദയിലാണ് പഠിച്ചു വളർന്നത്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സിനും ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി എന്നെ തൃശ്ശൂർ ഒരു ബോർഡിംഗ് സ്കൂളിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. IES പബ്ലിക് സ്കൂൾ. ആ സ്കൂളിൽ 2 വർഷം നിന്നു, വഷളായി. അങ്ങനെ പേരൻസ് തിരിച്ചു വിളിച്ചു. 10th 11th 12th ജിദ്ദയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം മിക്കവരും പോലെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്തായാലും എൻജിനീയറിങ്ങിനും മെഡിസിനും വലിയ താല്പര്യമില്ലായിരുന്നു, അതിനുള്ള സ്കിൽ സെറ്റ്സും ഇല്ലായിരുന്നു ഇൻ ടേംസ് ഓഫ് ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും. അപ്പോൾ കോമേഴ്സ് എടുത്തു ആണ് +1 +2 എടുത്തത്. അത് കഴിഞ്ഞിട്ട് BCom ജോയിൻ ചെയ്തു ബാംഗ്ലൂർ ഗാർഡൻ സിറ്റി കോളേജിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൂടെ പഠിച്ച സൗദിയിലുള്ള ബാക്കിയുള്ള ബാച്ച്മേറ്റ്സും എല്ലാവരും ഒരു കോളേജിൽ പോകണമായിരുന്നു. ഗാർഡൻ സിറ്റി കോളേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെയും കൺഫ്യൂഷൻ ആയിരുന്നു. BCom കഴിഞ്ഞപ്പോൾ മിക്കവരും MBA പോവുക, ചിലവർ ഫാമിലി ബിസിനസ്സിലോട്ട് തിരിച്ചു പോവുക, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ആയിരുന്നു. ആ സമയത്താണ് ഞാൻ സപ്ലൈ ചെയിൻ എന്നുള്ളൊരു വാക്ക് കേട്ടത്. അത് ആരും പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു അതുവരെ. എല്ലാവരും മാർക്കറ്റിംഗ് ആണ്, ഫൈനാൻസ് ആണ്, HR ആണ്, ഓപ്പറേഷൻസ് ആണെന്നാണ് പറഞ്ഞിരുന്നത് MBAക്ക് പോകുന്നത്. ആ സമയത്ത് നോക്കിയപ്പോൾ ഒരു യുണീക്കായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തോന്നി. ഇത് 2008 എന്നിട്ട് അന്ന് നോക്കുമ്പോൾ IIT ബോംബെയും IIT ഡൽഹിയും ഇതിൽ എക്സ്ക്ലൂസീവ് PG ഡിപ്ലോമ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ IIT ഡൽഹിയിൽ അപ്ലൈ ചെയ്തു, കിട്ടി. റൈറ്റ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്പേസ് ആണ്. അന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ കയറിയതാണെങ്കിൽ പോലും പഠിച്ചിറങ്ങിയപ്പോൾ നല്ലൊരു സെക്ടറാണ്. അതാണ് പഠനകാലം. റൈറ്റ്. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റാർട്ടപ്പിലേക്കൊക്കെ എത്തുന്നത്. ഈ സ്റ്റാർട്ടപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു VC എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്? അപ്പോൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ IIT പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ Big 4 ഇൻ ലോജിസ്റ്റിക്സ് ഗ്ലോബലി DHL, FedEx, UPS, TNT, ഈ 4 കമ്പനികളാണ്. ഈ 4 കമ്പനികളിൽ ഒന്നിൽ കിട്ടണമെന്നായിരുന്നു. അങ്ങനെ TNTയിൽ കിട്ടി. അതൊരു ഡച്ച് കമ്പനിയാണ്. അവിടെ ജോയിൻ ചെയ്തു. അവിടെ 5 വർഷം ജോലി എടുത്തു. 5 വർഷത്തിൽ 5 പ്രൊമോഷനും കിട്ടി. നല്ലൊരു റിയലി ഓസം ബോസ് ഉണ്ടായിരുന്നു. ആള് സിംഗപ്പൂരിലേക്ക് ട്രാൻസ്ഫർ ആയി പോയി. 6 മാസം കൊണ്ട് ഞാൻ വിട്ടു. അതുവരെ ഞാൻ ആ കമ്പനിയിൽ പിടിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാരണം ഒരു കോർപ്പറേറ്റ് MNC സെറ്റപ്പിൽ 5 വർഷം ഉള്ളപ്പോൾ നമുക്ക് എന്താ തോന്നുക, കുറച്ചും കൂടി ഒരു ഫ്രീഡം വേണം. അങ്ങനെ നമ്മൾ TNTയുടെ തന്നെ ഒരു വെൻഡർ ഉണ്ട്, ക്രിസ്റ്റൽ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട്, ഒരു ബോംബെ ബേസ്ഡ് ഫാമിലി ബിസിനസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് എന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. അവർ പറഞ്ഞു, ഇഫ് യു ക്യാൻ ജോയിൻ അസ്, can you help us splitting ownership from management? ഫാമിലി ബിസിനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ദേ wanted to disconnect that. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്, ഹെഡ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് സപ്പോർട്ട്.
ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി മാർവാടി ഫാമിലികൾക്ക് ഓണർഷിപ്പിൽ നിന്ന് മാനേജ്മെന്റ് ഡിസ്കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 50 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സിൽ പുതിയ ആൾ വന്നിട്ട് നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു 1.5 വർഷം അത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അവിടെ ഹെഡ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് സപ്പോർട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് പോയി. ഐ ജോയിൻഡ് എ ഗ്രൂപ്പ് കോൾഡ് ഇന്റർകോൾ. ബഹ്റൈനത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രൂപ്പ്സ് ആണ്. അവരുടെ ഖത്തർ ഓപ്പറേഷൻസ് മാനേജറായി ജോയിൻ ചെയ്തു. 3 മാസം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഓപ്പറേഷൻസ് ആയി. ബഹ്റൈൻ, ഖത്തർ ആൻഡ് UAE. ഒരു 1.5 വർഷം അത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായി. കാരണം നമ്മളെ പ്രായത്തിനെക്കാട്ടിലും സാലറി ബ്രാക്കറ്റിലായിരുന്നു ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഹയർ ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം സാലറി കുറച്ചാൽ ഇയാൾ നിൽക്കുമോ, ആ സാലറി മാച്ച് ചെയ്യാനും കഴിയുന്നില്ല. അങ്ങനെ എൻ്റെ പഴയൊരു ബോസിൻ്റെ ഒരു കമ്പനി ഉണ്ട് ലോജിസ്റ്റിക്സിൽ, ക്രിട്ടിക്കൽ ലോഗ്. അവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്താ വെച്ചാൽ യു കണ്ടിന്യൂ സെർച്ചിങ് ഫോർ ജോബ്സ്, അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ലെവൽ സാലറി തരാം. അപ്പോൾ മാർക്കറ്റ് ലെവൽ സാലറി അവർക്ക് തരാൻ കഴിഞ്ഞാൽ പക്ഷേ 3 മാസം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ട്രീബോ ഹോട്ടൽസ് എന്ന കമ്പനിയിൽ എന്നെ ഹയർ ചെയ്തു. ട്രീബോ ഹോട്ടൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധാരണ ഉള്ള 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലിനെ ഏറ്റെടുത്തിട്ട് ടേൺ അറൗണ്ട് ചെയ്തൊരു ബ്രാൻഡഡ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഹോട്ടൽ ചെയിൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് ബോംബെ ആൻഡ് ഗോവയിലാണ്. അവരെ ബോംബെ റീജിയനാണ് ഞാൻ മാനേജർ എടുത്തത്. ബോംബെയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽ നടത്തുന്നത് 50% ഷെട്ടികളാണ്. ബാക്കി 50% കാസർഗോഡ് പടന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ 3 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാരാണ് ബോംബെ ഹോട്ടൽ മാനേജ് ചെയ്യുന്നത്. ഈ ബോംബെയിലുള്ള ഈ 50% പടന്ന ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് ഒരു മലയാളി, ഒരു മുസ്ലിം വന്നതോടുകൂടി ഭയങ്കര താല്പര്യമായി. അങ്ങനെ നമ്മൾ കുറേ ഹോട്ടൽ ഏറ്റെടുത്ത് തുടങ്ങി. അങ്ങനെ ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഗോവയുടെയും കൂടി റെസ്പോൺസിബിലിറ്റി തന്നു. പക്ഷേ ട്രീബോക്ക് ലിമിറ്റഡ് ക്യാഷേ ഉള്ളായിരുന്നു. അത് മാത്രമല്ല നമ്മളെ കോമ്പറ്റീഷൻ ഓയോ ആണ്. ഓയോൻ്റെ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സമയത്ത് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ട്രീബോത്തെ എല്ലാ എംപ്ലോയീസിനും അവർ ഇമെയിൽ ID കണ്ടെത്തി, അവർ പേഴ്സണൽ ഇമെയിൽ, എന്നിട്ട് ബ്ലാങ്കറ്റ് ഓഫർ ലെറ്റർ, ഇന്ന ഓഫർ ലെറ്റർ അയച്ചു തരുന്നു, 24 മണിക്കൂറിനുള്ളിൽ റിപ്ലൈ ചെയ്താൽ എനിക്ക് 2 ലക്ഷം ജോയിനിങ് ബോണസ്, സാലറി 30% ഇൻക്രിമെന്റ്. അങ്ങനത്തെ അഗ്രസീവ് ടാക്ടിക്സ് ആണ് ഓയോ ചെയ്യുക. ആ സമയത്ത് ഓയോ എന്നെയും റീച്ച് ഔട്ട് ചെയ്തു. എനിക്കറിയാം ഓയോന്റെ കോമ്പറ്റീഷനിൽ ട്രീബോ പതറും എന്നുള്ളത്. അങ്ങനെയാണ് ഓയോയില് ഓഫർ കിട്ടിയത്. ഓയോത്തെ ഓഫർ എങ്ങനെയായിരുന്നു വെച്ചാൽ ബ്ലാങ്ക് ചെക്ക് ആയിരുന്നു. എവിടെ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ചൈന, മലേഷ്യ, ഇന്തോനേഷ്യ, എവിടെയും. ഇന്ത്യയിൽ പറ്റൂല, കാരണം എനിക്ക് നോ കോമ്പീറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ബേസിക്കലി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സൗദിയെ താല്പര്യം, കാരണം ഞാൻ അവിടെ നിന്ന് പഠിച്ചു വളർന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഓപ്പറേഷൻ ഇല്ലല്ലോ. അവർ പറഞ്ഞു കുഴപ്പമില്ല, നീ പോയിട്ട് തുടങ്ങിക്കോ. അങ്ങനെയാണ് ഞാൻ ഓയോയുടെ കൺട്രി ഹെഡ് ആയിട്ട് സൗദിയിൽ പോകുന്നത്. അപ്പോൾ ട്രീബോണിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഓയോയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അവിടുത്തെ കൾച്ചർ ഡിഡ്ന്റ് എൻജോയ് ആസ് മച്ച്. ആ സമയത്ത് ഓയോയുടെ ഒരു വെൻഡർ ഉണ്ട്, മീരോ എന്ന് പറഞ്ഞിട്ട്. മീരോ ഒരു ഫ്രഞ്ച് കമ്പനിയാണ്, ഫോട്ടോഗ്രാഫി ആണ് ചെയ്യുന്നത്. Booking.com ആണെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിന് വേണ്ടി ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. അതിൻ്റെ സൗത്ത് ഏഷ്യ ഹെഡായിട്ട് ജോയിൻ ചെയ്തു. അത് കുറച്ച് നാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി എന്ന് കേട്ടിട്ടുണ്ടാവും. ഡെലിവറിയാണ് നമ്മളെ നാട്ടിൽ മിക്ക ഇ-കോമേഴ്സ് പാക്കേജസും ഡെലിവർ ചെയ്യുന്നത്. അവർക്ക് ഈ ഇ-കോമേഴ്സ് പാക്കേജസിൻ്റെ ബിസിനസ് കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയി തുടങ്ങി. കാരണം ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ അവരെ സ്വന്തം ഡെലിവറി നെറ്റ്വർക്ക്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവർക്ക് B2B ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്നെ ഫസ്റ്റ് ഹയർ ചെയ്തു, ഡയറക്ടർ ഫോർ സൊല്യൂഷൻ എൻ്റർപ്രൈസ് ലെവലിന് ഉള്ള കമ്പനീസിനുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാം. അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ഇന്തോനേഷ്യൻ, ഇപ്പോഴത്തെ എൻ്റെ വൈഫിനെ കാണാൻ ഞങ്ങൾ എല്ലാ മാസവും ഞാൻ ഇന്തോനേഷ്യയിൽ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമായി, ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ബെറ്റർ ഇൻ ഇന്തോനേഷ്യ. അപ്പോൾ ഡെലിവറിത്തെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 1 വർഷത്തിൻ്റെ മുകളിൽ കഴിഞ്ഞതിന് ശേഷം ജോലി നോക്കൽ തുടങ്ങി. അങ്ങനെ ഇന്തോനേഷ്യയിൽ ഷിപ്പർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഷിപ്പർ ഈസ് ഡെലിവറിയുടെ ഈക്വലൻറ്റ് ഇൻ ഇന്തോനേഷ്യ. പക്ഷേ ചെറുതായിരുന്നു കമ്പനി. അപ്പോൾ അവിടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ട് ജോയിൻ ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസറായി. ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ പ്ലസ് ചീഫ് ഓഫ് സ്റ്റാഫ്. ആ CFO റോളിൽ നമ്മളൊരു $100 million റേസ് ചെയ്തു പല VCസിൻ്റെ കയ്യിൽ നിന്നും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റി കൂട്ടിയിട്ട് ചീഫ് ബിസിനസ് ഓഫീസറും കൂടിയായി. അങ്ങനെ കമ്പനിയിൽ ഒരു 3 വർഷം ജോലി എടുത്തു. ഇതാണ് എൻ്റെ ഫുൾ എക്സ്പോഷർ, റൈറ്റ്?
അത് കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം സ്വന്തം സ്റ്റാർട്ടപ്പിൽ എക്സ്പെരിമെൻ്റ് ചെയ്തു, ക്യാപിറ്റൽ റേസ് ചെയ്തു, ഏകദേശം ഒരു 4-4.5 കോടി രൂപ റേസ് ചെയ്തു, ഒരു 1.5 വർഷം നടത്തി 1.5 മില്യൺ 1 മില്യൺ ഡൗൺലോഡ്സ് എത്തിച്ചു ആപ്പിൽ. എന്നിട്ട് അത് ഷട്ട് ഡൗൺ ചെയ്തു, കാരണം അന്നാണ് ഫണ്ടിങ് വിന്റർ തുടങ്ങിയത്, റൈറ്റ്? അപ്പോൾ അതൊരു ചെറിയ ആക്വിസിഷൻ പോലെ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ ഇന്തോനേഷ്യയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പീൻസിൽ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഓപ്പർച്യൂണിറ്റി വന്നു, മാനേജിങ് ഡയറക്ടറായിട്ട്, പൾസ് 63 എന്ന് പറഞ്ഞിട്ട്. അവിടെ ജോയിൻ ചെയ്തു. അന്ന് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ പോർട്ട്ഫോളിയോയിൽ ആകെയുള്ള 3 കമ്പനികളാണ്. 2 വർഷം നിന്നു, 48 കമ്പനി എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് നാട്ടിലെത്തിയതാണ് കഴിഞ്ഞ സെപ്റ്റംബർ. അവിടെ നിന്നാണ് നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ. എക്സാക്ട്ലി. അപ്പോൾ നമ്മുടെ ഈ വെഞ്ചർ ക്യാപിറ്റൽ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു VC കണക്ഷൻസ് വളരെ കുറവുള്ളൊരു എക്കോസിസ്റ്റമാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് VCസിൻ്റെ സക്സസ് സ്റ്റോറീസ് പറയുന്ന സംവിധാനങ്ങളില്ല. അപ്പോൾ ഞാൻ അബ്ദുൾ ബ്രോയിനെ ഇനിഷ്യലി പരിചയപ്പെടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു സംവിധാനമുണ്ട്. ഓക്കെ, നമ്മുടെ കേരളത്തിലെ ഈ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ്, നമ്മുടെ ഈ VC എക്സ്പോഷർ, ഓരോ രാജ്യങ്ങളിലുള്ള സംവിധാനങ്ങളും അത് നമ്മുടെ കേരളത്തിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അന്ന് ഞാൻ വന്ന നമ്മുടെ ഒരു മിസ്റ്റർ അഹദും ഞാനും കൂടിയാണ് അന്ന് നമ്മൾ മർക്കസ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അഹദിനോട് തിരിച്ചു വരും പറയുന്നത്, ഇപ്പോൾ ഇദ്ദേഹമൊക്കെ ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു VC എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഡീകോഡഡ് ആയിട്ട്, കാര്യം അതിനകത്ത് നിന്ന ആളുകൾക്ക് മാത്രമേ ഇവിടുത്തെ ഗ്യാപ്പ് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഗ്യാപ്പ് ടാൽഡ്രോപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കുറേ നോഹോ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളന്ന് ക്യാഷ്വലി ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അബ്ദുൾ ബ്രോയുടെ ഒരു മെസ്സേജ് വരുന്നത്, നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് ഇങ്ങനെ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് വരുന്നുണ്ട്, അപ്പോൾ ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു സംവിധാനം വരുന്നത്. അപ്പം ഈ ലോജിസ്റ്റിക്സ് എക്സ്പീരിയൻസ്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് അബ്ദുൾ ബ്രോ ഇപ്പം വരുന്ന സ്റ്റാർട്ടപ്പ് ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്നത്, അതിലെങ്ങനെയാണ് ഈ ആ ഒരു എക്സ്പീരിയൻസും ഇതും കൂടി ഒരു കണക്ഷൻ വന്നത്? ഐ തിങ്ക് 2 കാര്യം. ഒന്ന്, ലോജിസ്റ്റിക്സ് ആണ് മൈ സ്പെഷ്യാലിറ്റി സെക്ടർ. എന്നോട് ഇപ്പോൾ ഏതൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും അവർക്കൊരു സ്പെഷ്യാലിറ്റി സെക്ടറും ഉണ്ടാവും, സ്പെഷ്യാലിറ്റി ഫംഗ്ഷൻ ഉണ്ടാവും. അത് സെയിൽസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, ഓപ്പറേഷൻസ് ആവാം, HR ആവാം. അങ്ങനെ ഇൻഡസ്ട്രി വൈസ് ലോജിസ്റ്റിക്സ് ആണ്, ഫംഗ്ഷൻ വൈസ് ജനറൽ മാനേജ്മെൻ്റ് ആണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ലോജിസ്റ്റിക്സിൽ, അവർക്കൊരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കും എന്താ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു സമയത്ത് ആണ് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു വലിയൊരു ഇ-കോമേഴ്സ് കമ്പനിയാണ് ഇന്ത്യയിൽ, അവർക്ക് വെയർ ഹൗസിങ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അത് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെയ്യാം. കാരണം അന്ന് സെമി റിട്ടയർഡ് മോഡിലാണ് നിൽക്കുന്നത്, അങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ കാരണം ഈ റിട്ടയർഡ് മോഡിൽ നിന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി കുറവായിരിക്കും. നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. പക്ഷേ ഏതൊരു ബിസിനസ് ആണെങ്കിലും സ്മാർട്ട് വർക്ക് പ്ലസ് ഹാർഡ് വർക്ക് വേണം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ടാൽഡ്രോപ്പിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അന്ന് നമ്മൾ മർക്കസിലിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് ലൈക്ക് എ സ്വീറ്റ് സ്പോട്ട്, റൈറ്റ്? കാരണം വേറെ എവിടെ പോയാലും അതൊരു സർവീസ് പ്രൊവൈഡർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് അല്ല, ഇവിടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് 2 പാർട്ടികൾക്ക് ഒരേ ഗോളിലോട്ടാണ്. അങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്തത്, റൈറ്റ്? അതാണ് അതിൻ്റെ ഒരു കണക്ടിവിറ്റി. ഐ ബ്രോട്ട് ലോജിസ്റ്റിക്സ് എക്സ്പെർട്ടീസ്, യു ബ്രോട്ട് റിസോഴ്സസ്, ആൻഡ് ദെൻ ഇറ്റ് മെയ്ഡ് എ ഗുഡ് മാച്ച്. ഇപ്പോഴും ഫസ്റ്റ് ലൈനിൽ ആകെ ഉള്ളത് ഒരു എംപ്ലോയിയാ. നമ്മളിപ്പോൾ മൾട്ടി ക്രോസ് ഓഫ് ബിസിനസ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 6 മാസത്തിൽ. നമുക്ക് സ്റ്റാഫില്ല, ഒരൊറ്റ സ്റ്റാഫുള്ളത്. അല്ല, അപ്പോൾ ഞാൻ അബ്ദുൾ ബ്രോയുടെ ഒരു മോഡലിംഗിൽ കണ്ട സംവിധാനമാണ് വളരെ ലിമിറ്റഡ് റിസോഴ്സസിൽ മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സമയം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വെഞ്ചർ കോപ്പി ലുവക്കിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു 250 കോടി ടേൺ ഓവർ ഒരു വർഷം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഒരു 250 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ ഒരു വെഞ്ചർ, മറ്റൊരു സ്റ്റാർട്ടപ്പ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത്രയും ടാലൻസുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരേണ്ട. അപ്പോൾ ഞാൻ കണ്ടൊരു വളരെ മോഡലുണ്ട്. ഞാനിപ്പോൾ നമ്മളുടെ ടീമിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു സംവിധാനമുണ്ട്. കുറേ നമ്മുടെ വെഞ്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ബേൺ ചെയ്ത് ഗ്രൗണ്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ബിൽഡ് ചെയ്തിട്ട് ഒരു 5 വർഷങ്ങൾക്കപ്പുറമാണ് അവർ മാർക്കറ്റിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാറ്റഗറി ഓഫ് വെഞ്ചേഴ്സിനോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു വെഞ്ചേഴ്സ് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നമുക്കൊരു ഹൈ റവന്യൂ മേക്കിംഗ് വെഞ്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അജിനോറ വന്നതുപോലെ, അജിനോറ ഇനിഷ്യലി തന്നെ നമ്മൾ 30,000 കോൺട്രാക്റ്റിലാണ്. അപ്പോൾ ഒരു 900 കോടി റവന്യൂ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടീമിനോട് പറഞ്ഞൊരു സംഭവമാണ്, അടുത്ത് നമുക്കൊരു വർഷം മിനിമം 250 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഞ്ചറാണ് കോപ്പി ലുവക്ക്. അപ്പോൾ ഇതിലേക്ക് ടാൽഡ്രോപ്പ് വരുമ്പോൾ നമ്മൾ കണ്ട ഒരു സംഭവം അതാണ്, വളരെ ലിമിറ്റഡ് റിസോഴ്സസ്, അല്ലെങ്കിൽ വളരെ ചെറിയ റിസോഴ്സസ്. ഇപ്പം വാട്സാപ്പ് ഒക്കെ പറയുമ്പോൾ ഒരു 19 എംപ്ലോയീസിനെ വെച്ചിട്ട് അവർ ഇത്രയും ചെയ്തു എന്ന് പറയുന്നത് പോലെ അങ്ങനെ കണ്ട ഒരു വെഞ്ചറാണ് ഞാൻ കോപ്പി ലുവക്കിൽ. അപ്പോൾ ഞാൻ അബ്ദുൾ ബ്രോ ആർക്കിടെക്ചർ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും
കുറച്ച് റിസോഴ്സസ് മാക്സിമം റവന്യൂ എന്നൊരു കോൺസെപ്റ്റിലായിരിക്കും അല്ലേ? കറക്റ്റ്. ഐ തിങ്ക് വൺ ഈസ് ബിക്കോസ് നമുക്ക് BD സെയിൽസ് മാർക്കറ്റിംഗ് എന്നുള്ള ആംഗിൾ വരുന്നില്ല. കാരണം ഇതൊക്കെ റിലേഷൻഷിപ്പ് ലെഡ് അല്ലെങ്കിൽ പ്രൊഫഷണലി വെരി സീനിയർ ലെവൽ കോൺവെർസേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10 സെയിൽസ് ആളെ വെച്ചിട്ട് ഓരോരുത്തർ 30 ലക്ഷത്തിന്റെ റവന്യൂ കൊണ്ടുവരേണ്ട, നമ്മൾ 2 ഫോൺ കോൾ ചെയ്താൽ ഒരു 3 കോടിയുടെ PO കിട്ടും. അതാണ് മെയിൻ. റൈറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻസിലാണെങ്കിലും നമ്മളെ വെയർ ഹൗസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വെയർ ഹൗസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ യൂട്ടിലൈസേഷന്റെ ഇഷ്യൂ വരും, അതിൽ യൂണിയന്റെ ഇഷ്യൂ വരും. അപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് വെയർ ഹൗസ് ഓപ്പറേറ്റേഴ്സിനോട് ഓൾറെഡി കണക്റ്റഡ് ആ. അപ്പൊ അവരെ സ്പെയർ കപ്പാസിറ്റി യൂസ് ചെയ്യാണ്. അത് മാത്രമല്ല സ്പെയർ കപ്പാസിറ്റി ഇൻ എ സ്ട്രെസ്ഡ് വെയർ ഹൗസ്. കാരണം അവർ റെന്റ് പോലും അടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വെയർ ഹൗസിൽ പോയിട്ട് നിന്റെ റെന്റെങ്കിലും ഞാൻ കവർ ചെയ്യാന്ന് പറഞ്ഞാല് ചെയ്യും. റൈറ്റ്. പിന്നെ നമ്മൾ എല്ലാത്തിലും ടിക്കറ്റ് സൈസാണ് നോക്കുന്നത്. ഇപ്പൊ നമ്മള് ഒരു 30,000 രൂപയുടെ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് പകരം ഒരു 30 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷനിലാണ് നമുക്ക് താല്പര്യം. കാരണം എഫേർട്ട് മിക്കതിലും ഒന്നാണ്. അപ്പൊ അതിലും നല്ലത് ഹൈ ടിക്കറ്റ് സൈസ് ട്രാൻസാക്ഷൻ ചെയ്യുക, ഹൈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു മോഡലാണ്. അതിൽ തന്നെ ഇപ്പൊ അബ്ദുൾ ഞാൻ ആ ഡിസൈനിൽ കാണുമ്പോഴും നമ്മൾ കാണുന്ന ഒരു അട്രാക്ഷൻ തന്നെ അതാണ്. നമുക്ക് അതായത് അബ്ദുൾ ബ്രോ ഇതുവരെ ഉണ്ടാക്കിയ ഒരു കോണ്ടാക്ട് ബേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന മോഡൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഒരു അലുമിനി അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കാം ഇപ്പൊ ഈ കമ്പനികളുടെയൊക്കെ ടോപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഫോൺ കോളിൽ ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ആക്സസിന് നമുക്ക് എങ്ങനെ ലീവറേജ് ചെയ്യാം. അപ്പൊ ഞാൻ കണ്ടതാണ്, ഞാൻ നമ്മുടെ ടീമിനോട് സ്റ്റാർട്ടപ്പ് ടീമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അബ്ദുൾ ബ്രോയുടെ എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്. ഒരു ഫോൺ കോളിൽ ഡീലുകൾ കിട്ടും, നമ്മൾക്ക് ആ ഡീലിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന എഞ്ചിൻ സപ്പോർട്ട് ചെയ്താൽ മതി. അതും വളരെ ലിമിറ്റഡ് റിസോഴ്സ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ടാൽഡ്രോപ്പിന്റെ എക്കോസിസ്റ്റവും അബ്ദുൾ ബ്രോയുടെ എക്സ്പെർട്ടൈസും കൂടി വരുമ്പോൾ നമ്മൾ ഈ 250 കോടി എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇനിഷ്യലി 2015 നമ്മൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ സംഭവം ബിൽഡ് ചെയ്യുന്നത്? സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചെറിയ, നിങ്ങൾ ഇത്രയും വലിയത്. ഞാൻ പറഞ്ഞു, ഇതൊരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ പോകുന്നത് ലോകത്തുള്ള ഗവൺമെന്റുകളാണ്, ലോകത്തുള്ള കോർപ്പറേറ്റുകളാണ്, ലാർജ് റിയൽ എസ്റ്റേറ്റ് വെഞ്ചേഴ്സ് ആണ്, ഗ്ലോബൽ വെഞ്ചേഴ്സ് ആണ്. അതായത് അബ്ദുൾ ബ്രോയെ പോലെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് ഇത്രയും കണക്ഷൻ ഉള്ള ഒരാൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നത്. അതായത് 100 കോടി 200 കോടി എന്ന് പറഞ്ഞാൽ ഞെട്ടലില്ലാത്ത ടീം. അബ്ദുൾ ബ്രോ നമ്മൾ നിസ്സാരമായിട്ട് സംസാരിക്കുന്നത് ഓക്കെ നമുക്ക് ഈ ഫിനാൻഷ്യലി 250 കോടിയുടെ ബിസിനസ് ചെയ്യാനാണ്. നമ്മൾ ചില അടുത്ത് പറയുമ്പോഴേക്ക് 2 കോടി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ എമൗണ്ട് ആയിട്ട് കാണുന്നവരെ അവർക്ക് ഈ എക്കോസിസ്റ്റം ഉൾക്കൊള്ളത്തില്ല. നമ്മൾ പറഞ്ഞത് ഈ എക്കോസിസ്റ്റം എക്സ്ട്രീംലി പവർഫുൾ ആണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 10 കോടി വേണമെന്ന് പറഞ്ഞാൽ 10 പേരെടുത്ത് വിളിച്ചാൽ മതി. 1 കോടി വെച്ചിട്ട് 10 പേര് ചെയ്യുന്ന എക്കോസിസ്റ്റം ആണത്. പക്ഷേ ഈ 10 കോടി വെച്ച് 100 കോടിയും 1000 കോടിയും ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ വേണം എക്കോസിസ്റ്റം ഉപയോഗിക്കാൻ. ആ എബിലിറ്റി ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ വിഷ്വലൈസേഷൻ ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ഇല്ലാത്ത ആൾക്ക് എക്കോസിസ്റ്റം പറ്റില്ല. ഇത് കൺവേ ചെയ്യാൻ ഞാൻ അധികം ഭയങ്കര എഫേർട്ട് എടുത്തൊരു സംഭവമാണ്. കാര്യം നമ്മളിപ്പോൾ കേരളത്തിലെ 100 ഗ്രാമങ്ങളിൽ വില്ലേജ് പാർക്ക് ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഈ കെട്ടിടം കെട്ടി ഉണ്ടാക്കിയിടുന്നു, ഇതിനകത്ത് അനക്കമില്ല. ഞാൻ പറഞ്ഞത് 100 എണ്ണമാണ് ബിസിനസ്. അപ്പോൾ നമ്മൾ 100 എണ്ണത്തിൽ 2500 സീറ്റ്. ഇപ്പോൾ ബാക്ക് ഓഫീസ്, ഇപ്പോൾ US കമ്പനികൾക്ക് നമ്മൾ ബാക്ക് ഓഫീസ് എടുക്കും. കാര്യം US കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാത്രി 9 മണിയാണ് അവരുടെ മോർണിംഗ് ഓഫീസ് ടൈം. അപ്പോൾ നമ്മൾ രാത്രി ഒരു 9 മണി മുതൽ രാവിലെ ഒരു 6 മണി വരെ നമ്മുടെ വില്ലേജ് പാർക്കുകൾ ബാക്ക് ഓഫീസായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു $1000 ഒരു മാൻ പവറിന് പുറത്ത് കിട്ടിയാൽ ഒരു വില്ലേജ് പാർക്ക് നമുക്ക് 20 ലക്ഷം ജനറേറ്റ് ചെയ്യും. 100 വില്ലേജ് പാർക്ക് ആയപ്പോൾ 20 കോടി ജനറേറ്റ് ചെയ്തു. ഒരു വർഷം 240 കോടി അവിടെ നിന്ന് ഉണ്ടാക്കാം. അത് പക്ഷേ നമ്മളവരോട് നമ്മുടെ 10 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. 2500 സീറ്റ് നമ്മുടെ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഒരു B2B പാർട്ട്ണർഷിപ്പ് അവിടെ റെഡി ആവുന്നത്. രാവിലെ ഒരു 6 തൊട്ട് രാത്രി 8 വരെ നമുക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഹബ്ബ് 2 മണിക്കൂർ 1 മണിക്കൂറുള്ള കോഴ്സുകൾ കൊടുത്താൽ അത് മിനിമം ഒരു 100 CR ചെയ്യും. അത് 100 ഗ്രാമങ്ങളിൽ നിന്ന് മാത്രം ഒരു 250-300 കോടി രൂപ മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ പറയുമ്പോൾ ഇവർക്കത് സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എക്കോസിസ്റ്റം കൊടുക്കുന്നത് ഒരിക്കലും സ്മോൾ പ്ലേയേഴ്സിനാവരുത്. അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇപ്പോൾ IIT എന്നുള്ള ഇൻവിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ അബ്ദുൾ ബ്രോയുടെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞൊരു സംഭവം, ഇതാണ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. ആ വാല്യൂ മനസ്സിലാവാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡിൽ നമ്മൾ എന്താണ് 2017 കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂളിൽ ആദ്യത്തെ ടെക്കീസ് പാർക്ക് തുടങ്ങി. അവിടെ നിന്ന് 11 വയസ്സുള്ള മക്കൾ ജോയിൻ ചെയ്തു. അവർ 8-9 വർഷം കൊണ്ട് അവരുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. ഇതാണ് എക്കോസിസ്റ്റത്തിന്റെ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഫൗണ്ടേഴ്സ് സുക്കർബർഗ് ഉണ്ടാവും, ഇതിൽ നിന്ന് തന്നെ ഫേസ്ബുക്ക് ഉണ്ടാവും. രണ്ടാമത് ഓൾറെഡി ഉള്ള സുക്കർബർഗിന് ഓൾറെഡി ഉള്ള ഫേസ്ബുക്കിന് ലീവറേജ് ചെയ്യാനും ഈ എക്കോസിസ്റ്റം യൂസ് ചെയ്യാം. രണ്ടും ഒരേപോലെ കണക്റ്റ് ആണ്. ഒന്ന് താഴേന്ന് വെഞ്ചേഴ്സ് ഉണ്ടായി വരണം, മുകളിലുണ്ടാകുന്ന വെഞ്ചേഴ്സ് സ്കെയിൽ ചെയ്യാനും ഈ എക്കോസിസ്റ്റം യൂസ് ചെയ്യപ്പെടണം. അപ്പോൾ
ടാൽഡ്രോപ്പ് വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു വെഞ്ചറാണ് കോപ്പി ലുവക്ക്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്നുള്ള നമ്മുടെ ഒരു വെഞ്ചർ നമ്മൾ ഇനിഷ്യലി പറഞ്ഞ ലോജിസ്റ്റിക്സിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു. സെക്കൻഡ് നമ്മളുടെ ഏറ്റവും ലാർജ് ആയിട്ട് നമ്മൾ ഹൈ റവന്യൂ മേക്കിങ്ങിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ് കോപ്പി ലുവക്ക്. ഈ കോപ്പി ലുവക്ക് എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ഷൻ എങ്ങനെയാണ് വന്നത്? സോ എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞല്ലോ ഇന്തോനേഷ്യൻ ആണ് എന്നുള്ളത്. അതേപോലെ അപ്പം ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ വരെ ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് താമസിച്ചത് 7 വർഷത്തോളം. ഇങ്ങോട്ട് വന്നപ്പോൾ കറിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചായയും കോഫിയുടെയും ടേസ്റ്റ് പിന്നെ എനിക്ക് പറ്റാണ്ടായിപ്പോയി എന്തോ. അപ്പോൾ അന്ന് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കോപ്പി ലുവക്കിൻ്റെ ബീൻസ് കൊണ്ടുവരണം. കോപ്പി ലുവക്ക് ബേസിക്കലി ഈസ് സിവെറ്റ് കോഫി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൂച്ച ഈ കോഫി ബീൻസിനെ കഴിച്ച് ആ പൂച്ചയുടെ വയറ്റിൽ ഫെർമെൻറ്റ് ചെയ്ത് അപ്പിടുമ്പോൾ കിട്ടുന്ന ബീൻസ് ആണ് കോപ്പി ലുവക്ക്. ഇറ്റ്സ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി ഇൻ ദ വേൾഡ്. ഇപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ പോയാൽ നിങ്ങൾക്ക് കോപ്പി ലുവക്ക് കിട്ടും. പക്ഷെ അത് കൂർഗ് എന്നുള്ളതാണ്. അതും കൂർഗ് എന്ന് വെച്ചാൽ അത് ഫാം ചെയ്ത കാറ്റ്സ് ആണ്, അല്ലാണ്ട് വൈൽഡ് കാറ്റ്സ് അല്ല, വൈൽഡ് സിവെറ്റ് അല്ല. വൈൽഡ് സിവെറ്റിൻ്റെ ഫ്ലേവർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് അതിൽ നിന്ന് കിട്ടുന്ന കോപ്പി ലുവക്കിൻ്റെ. അപ്പോൾ ആ കോപ്പി ലുവക്കിനെ കുറിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കോപ്പി ലുവക്ക് കണ്ടത്. അപ്പോൾ അവർക്കൊരു താല്പര്യം, വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി, ഇങ്ങനെ ഒരു അപ്പിയിൽ നിന്ന് വരുന്നൊരു കോഫി ട്രൈ ചെയ്യണം. അപ്പം ഞാൻ അവർക്കൊക്കെ സാമ്പിൾ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതെങ്ങനെ പിന്നെയും കിട്ടുക, കാരണം സ്ഥിരം വേണമല്ലോ, ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് ഡെയിലി ഒരു റൂട്ടീൻ ആക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി copyluwak.co.in. എന്നിട്ട് അതിൽ ലിസ്റ്റ് ചെയ്തു. അതിൽ ലിസ്റ്റ് ചെയ്തോടുകൂടി ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങി. നമ്മൾ പ്രൈസിങ് അട്രാക്റ്റീവ് ആയിരുന്നു, പക്ഷെ എങ്കിൽ പോലും കാപ്പിപ്പൊടിക്ക് 100 ഗ്രാമിന് 549 രൂപ. ഇറ്റ്സ് എക്സ്പെൻസീവ് കോഫി. അത് വെച്ചിട്ട് പോലും നമുക്ക് നല്ല സെയിൽ കിട്ടി. അത് കിട്ടിയപ്പോഴാണ് നമ്മളെ റിലേഷൻഷിപ്സും ഫ്രണ്ട്സും ഉണ്ട് സെപ്റ്റോലും, സ്വിഗ്ഗി, ഇൻസ്റ്റമാർട്ട്, ബ്ലിങ്കിറ്റ്. അവർ പറഞ്ഞു ഞങ്ങൾ ഇത് വാങ്ങിക്കാം, നമുക്ക് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട്. യൂഷ്വലി എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം, എന്നിട്ട് കസ്റ്റമർ വാങ്ങുമ്പോൾ നമുക്ക് അതിന് പേ ഔട്ട് കിട്ടും. പക്ഷേ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ്, ഞങ്ങൾ ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്തോളാം, നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് അത് വിറ്റ് തീരുന്നവരെ വെയിറ്റ് ചെയ്യണ്ട, ഞങ്ങൾ അപ്ഫ്രണ്ട് പേ ചെയ്യുക, അത് വിറ്റിയില്ലേ ഞങ്ങളെ പ്രോബ്ലം. അങ്ങനെയാണ് നമ്മൾ കോപ്പി ലുവക്ക് എന്നുള്ളൊരു പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്തത്. കോപ്പി ലുവക്ക് ഇവിടെ ഇന്തോനേഷ്യ എന്നുള്ള കോപ്പി ലുവക്ക് ആരും ചെയ്യുന്നത്, ആരാണെങ്കിലും കൂർഗ് എന്നുള്ള കോപ്പി ലുവക്ക ചെയ്യുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ ഫ്രണ്ട്സ് ഇൻസ്റ്റമാർട്ടും ബ്ലിങ്കിറ്റും സെപ്റ്റോ എന്നൊക്കെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചെയ്തുകൂടെ, റൈറ്റ്? കാരണം നിങ്ങൾക്ക് ഓൾറെഡി ലോജിസ്റ്റിക്സ് എക്സ്പീരിയൻസ് ഉണ്ട്, വെയർ ഹൗസിങ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ കോപ്പി ലുവക്ക് ബ്രാൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ കോപ്പി ലുവക്ക് ഒരു പ്രോഡക്റ്റ് ആണ്. അത് കൂടാണ്ട് മറ്റു പ്രോഡക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതാണ് ബേസിക്കലി കാര്യം ഞാൻ അതിൽ കാണുന്ന സംവിധാനം തന്നെ. അപ്പോൾ കോപ്പി ലുവക്ക് എന്നുള്ളൊരു മാസ്റ്റർ ഒരു കമ്പനി ആയിട്ട് മാറുന്നു, അതിൻ്റെ വൺ ഓഫ് ദ ബ്രാൻഡായിട്ട് ഇത് വരുന്നു. ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ ഇങ്ങനെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇപ്പം മറ്റൊരു സ്റ്റാർട്ടപ്പിന് പറ്റാത്തൊരു സംവിധാനമാണ് അബ്ദുൾ ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ്. കാര്യം നമ്മുടെ ഫ്രണ്ട്സാണ് ഈ ഇരിക്കുന്ന സെപ്റ്റോയുടെ ആളുകൾ, അല്ലെങ്കിൽ ഇൻസ്റ്റാമാർട്ടിൻ്റെ ആൾ, അല്ലെങ്കിൽ ബ്ലിങ്കിറ്റിൻ്റെ ആൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആക്സസ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമ്മളുടെ ഒരു ജെനുവിനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് അവർക്ക് അറിയാം. വാലിഡേഷൻസ് ഭയങ്കര സിമ്പിളാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു പുതിയൊരാൾ വന്നിട്ട് സെപ്റ്റോ ലിസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്ക് അവർ ഓക്കെ വൺ ഓഫ് ദ സെല്ലറായിട്ട് ചെയ്തോ എന്ന് പറയും. പക്ഷേ ഇത് കണക്ക് ഔട്ട്റേറ്റ് എടുക്കില്ല അവർ, കാരണം അവർക്ക് ആ ഒരു ക്രെഡിബിലിറ്റി ഇല്ല, ഇതെന്താകുന്ന അറിയില്ല. അപ്പോൾ ഇതാണ് ഈ കണക്ഷൻസ്. അപ്പോൾ ഞാൻ കണ്ടൊരു സംഭവം നമ്മൾ ടീം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളുടെ ഓൾറെഡി അബ്ദുൾ ബ്രോ ഉണ്ടാക്കിയേക്കുന്ന ആ കണക്ഷൻസ് പെട്ടെന്ന് ഇത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 14 കോടിയുടെ പർച്ചേസ് നടത്തിയാൽ റിട്ടേൺ 23 കോടിയാണ്. ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 60 ദിവസം എന്ന് പറയാം. അപ്പോൾ ഏത് ബിസിനസ്സിന് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമെന്നുള്ള കാര്യം ഇവർക്കൊക്കെ ഒന്ന് ഇതിൻ്റെ സെയിൽസിലേക്ക് വേണ്ട അവരെടുക്കുന്ന ഒരു എഫേർട്ട്, ഇതൊന്നും ഇല്ലാതെ നടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ നല്ല കണക്ഷൻ ഉണ്ട്. ഒരു കോളിൽ സംഭവം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എടുക്കാൻ സംവിധാനമുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ നമ്മുടെ ഈ ഒരു എക്സ്പെർട്ടൈസിനെ വളരെ സിംപ്ലി നമുക്ക് എൻകാഷ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഒരു റവന്യൂ മേക്കിംഗ് വളരെ ഈസി ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്കെയിലബിലിറ്റി, ഒരു 1000 കോടി റവന്യൂയിലേക്ക് ഇപ്പോൾ നമ്മൾ 250 കോടി മാപ്പ് ചെയ്തു, ഇതൊരു 1000 CR എത്തിക്കാൻ എത്ര സമയം വേണ്ടി വരും അബ്ദുൾ ബ്രോഡ് ഇപ്പോഴുള്ള എക്സ്പെർട്ടൈസിൽ? ക്യാപിറ്റൽ ഒരു കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ, കാരണം നമുക്കിതിന് അടുത്തൊരു 6 മാസം 6 to 12 months നമുക്ക് ബാങ്ക് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് NBFCകളുടെ ക്യാപിറ്റൽ ഇല്ലാണ്ട് ചെയ്യണം. കാരണം ഒരു 6 to 12 months ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് PO ഫൈനാൻസിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസും ടേം ലോൺസ് ഒക്കെ ബാങ്കുകളിൽ നിന്നാണെങ്കിൽ NBFC നിന്നാണെങ്കിലും കിട്ടുള്ളൂ.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 years തേർഡ് ഫിനാൻഷ്യൽ ഇയർ വിച്ച് ഈസ് ബേസിക്കലി ഇത് 2027-28 ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് 1000 കോടി സുഖമായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പം അതെ, നമ്മുടെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു GCTR ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഏർലി സ്റ്റേജ് ഇക്വിറ്റി റൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത വെഞ്ചർ, ഇപ്പോൾ കോപ്പി ലുവക്കിന് ഒരിക്കലും എന്തെങ്കിലും ഇക്വിറ്റി കൊടുത്ത് ഫണ്ട് റൈസ് ചെയ്യാൻ താല്പര്യമില്ല, കാര്യം ഇത് ഹൈ റവന്യൂ മേക്കിംഗ് വെഞ്ചർ. രണ്ടാമത്തെ സംവിധാനം, ഇതിൻ്റെ ഇടയിൽ ഇവർക്ക് ഓൾറെഡി സേഫായിട്ട് എന്തെങ്കിലും റവന്യൂ ഫണ്ട് കിട്ടും 1 year കഴിഞ്ഞാൽ. അപ്പം ഇക്വിറ്റി കൊടുക്കാനും റെഡിയല്ല, അവർക്കിനി റവന്യൂ ക്യാപിറ്റൽ കിട്ടുകയും ചെയ്യും. ഈ ഇടയിലുള്ള ഒരു വർഷം ഇങ്ങനെയുള്ള വെഞ്ചേഴ്സ്, നമുക്ക് ഒരുപാട് വെഞ്ചേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഫ്രെയിം വർക്ക് തന്നെ ഉണ്ടാക്കിയത്. അതായത് ഈ ഗ്രോത്തിന് വേണ്ട ടെമ്പററി ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിനെ ചെയ്യണം. ഇപ്പോൾ സംഭവം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു വലിയ, ഇപ്പോൾ കോറി പോലുള്ള വലിയ ബിസിനസ്സിലൊക്കെ ഒരാൾ ഒരു 50 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം കഴിയുമ്പോൾ ചിലവർക്ക് അത് 1 കോടിയായിട്ട് അത് 100% റിട്ടേൺ കിട്ടും. ചിലത് 120% കിട്ടും, ചിലത് 60%. ഇപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ 6% കിട്ടും. അതല്ലാതെ ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരു റവന്യൂ റെന്റിലൊക്കെ ഒരു 12% വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു ബിസിനസ്സിൽ കിട്ടും. കുറച്ചും കൂടി ഇപ്പോൾ ട്രേഡുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ 20-25% കിട്ടും. അല്ല ഇപ്പം നമ്മളിപ്പോൾ എക്കോസിസ്റ്റം ബിസിനസ്, ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ആണെങ്കിൽ എക്കോസിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ റെന്റൽ പോകുന്ന പറഞ്ഞാൽ 36-40% വരെ കിട്ടും. അപ്പോൾ ഇതിന് മുകളിൽ റിട്ടേൺ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പൂൾ ഇപ്പോൾ ടാൽറോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ 1 കോടി രൂപ ഫണ്ട് ചെയ്യുന്നു. ആ 1 കോടി വെച്ച് നമ്മുടെ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇതിന് 120% വരെ നമുക്ക് എന്ത് ചെയ്യുന്ന റിട്ടേൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി നമുക്ക് അവർക്ക് കൊടുത്താലും പ്രശ്നമില്ല, 60% കൊടുത്താലും പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ മന്ത്ലി അവർക്ക് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 5000 റുപ്പീസ് അവർക്ക് എന്താണ് അതിൻ്റെ ഒരു റിട്ടേൺ, അതിന് 60% അവർക്ക് റിട്ടേൺ കിട്ടുക. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ നമ്മുടെ എക്കോ സിസ്റ്റത്തിൽ നമ്മൾ അത്യാവശ്യം ഹൈ ടിക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരോട് എല്ലാവരോടും നമ്മൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം. നമ്മളിങ്ങനെ പറയും, ദാ 1 CR ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ 1 CR ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ ഞാൻ ആ 1 CR വാങ്ങി നമ്മുടെ എക്കോസിസ്റ്റം കമ്പനി ഇപ്പോൾ അബ്ദുൾ ബ്രോയ്ക്ക് ഒരു ലോൺ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അബ്ദുൾ ബ്രോയ്ക്ക് മിനിമം എന്ത് ചെയ്യാൻ പറ്റും, 60% തിരിച്ച് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഈ 120% ഒരു വർഷം കൊടുത്താലും പ്രശ്നമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത വർഷം മുതൽ നമുക്ക് മാക്സിമം 12% ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇക്വിറ്റി ഇല്ലാതെ ഫണ്ട് റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അതോടൊപ്പം തന്നെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എങ്കിൽ അവർക്ക് സ്വന്തം ഡെറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ റവന്യൂ ഫണ്ട് കിട്ടുന്ന വെഞ്ചേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു എക്കോസിസ്റ്റത്തിൽ ചെയ്തു. അപ്പോൾ ആ എക്കോസിസ്റ്റത്തിൽ നമ്മുടെ വളരെ ഫിറ്റ് ആയിട്ട്, കാരണം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അത് ഭയങ്കര അട്രാക്റ്റ് ആണ്. കാരണം നോർമലി ലോങ് ടൈം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതിൽ വേണ്ട. ഇതെന്ന് പറയുമ്പോൾ മാക്സിമം 3 months അല്ലെങ്കിൽ 6 months അങ്ങേറ്റം, അല്ലെങ്കിൽ അങ്ങേറ്റം പോയ 1 വർഷം, അതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് വേണ്ടാത്തൊരു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇതായിരുന്നു ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓരോ വെഞ്ചറിനും എന്ത് ഫണ്ടാണ് ഉണ്ടായത്. ഇപ്പം ഇക്വിറ്റി ഫണ്ടാണ് വേണ്ടെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരും. അതല്ല റവന്യൂ ഷെയറിനനുസരിച്ചിട്ടാണെങ്കിൽ അത് വെഞ്ചർ സ്റ്റുഡിയോ ഇൻവെസ്റ്റേഴ്സ് വരും. അതല്ല ഇനിഷ്യലി ഒരു വെഞ്ചർ ബിൽഡ് ചെയ്യാനാണെങ്കിൽ കൺസോർഷ്യം ഇൻവെസ്റ്റേഴ്സ് വരും. ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം റെന്റിൽ പോകാനാണെങ്കിൽ അതിന് എക്കോസിസ്റ്റം ഇൻവെസ്റ്റേഴ്സ് വരും. ടെമ്പററി ആണെങ്കിൽ ടെമ്പററി ഇൻവെസ്റ്റേഴ്സ് വരും. എന്ന് പറഞ്ഞാൽ എല്ലാ കൈൻഡ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനും വരാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റമാണ് ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റം. ഇത് യൂസ് ചെയ്യുന്നത് ഓരോന്നാണ്. ഇപ്പോൾ നമ്മുടെ ഈ സംവിധാനത്തിന് ഇക്വിറ്റി ഫണ്ട് പറ്റില്ല, കാര്യം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് നമുക്ക് ഓർഡർ എടുക്കണം, അത് പൈസ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അപ്പം നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഫ്രെയിം വർക്ക്. അതുകൊണ്ടാണ് ടാൽറോപ്പിന്റെ ഇക്കോസിസ്റ്റം ഫുൾ ആൾ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടല്ലോ എന്ന് പറയും. കാരണം ഓരോരുത്തർ, ഇപ്പം അബ്ദുൾ ബ്രോയുടെ വെഞ്ചറിന് വേണ്ട റിക്വയർമെന്റ് അല്ല ഇപ്പം അജി മാത്യയുടെ അജ്നോറയ്ക്ക് വേണ്ട റിക്വയർമെന്റ്, അതല്ല മഹാദേവിന്റെ ഡിയോസിന് വേണ്ട റിക്വയർമെന്റ്, എല്ലാവരുടെയും റിക്വയർമെന്റ്. കാര്യം ഇതിനെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു എഞ്ചിനായിരിക്കണം. അതുകൊണ്ടാണ് ഈ എക്കോസിസ്റ്റത്തിന്റെ ഡിസൈൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മറ്റുള്ളവർക്ക് വന്നത്. സത്യത്തിൽ ഇത് ഭയങ്കര സിമ്പിളാണ്. കാര്യം ഇതിൻ്റെ അകത്ത് എല്ലാത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ എന്നൊരു ഫോർമുലയിലൂടെ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് വരുമ്പോൾ, ഇപ്പോൾ സ്റ്റേപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 കോടി വേണം. ആ 10 കോടി ചെയ്ത ഇൻവെസ്റ്ററിനോട് നമ്മൾ പറഞ്ഞെന്താണ്, നിങ്ങൾക്കൊരു 26-27 കഴിഞ്ഞിട്ട് ഷെയർ വിറ്റ് തരാം നമ്മൾ, പക്ഷെ നിങ്ങൾക്ക് 1 രൂപ മാസം പ്രോഫിറ്റ് തരൂല, 1 രൂപ വർഷം പ്രോഫിറ്റ് തരൂല. പക്ഷേ എക്കോസിസ്റ്റത്തിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസം ഇത്ര രൂപ നമുക്ക് തരാം എന്ന് പറയാം, റെന്റലാണ്. അതല്ല ഒരു ബിൽഡിംഗ് ഓണർ വില്ലേജ് പാർക്കിന് നമ്മൾ അപ് ടു ഒരു 18% വരെ തരാമെന്ന് പറയും. ഇത് ഓരോ കാറ്റഗറിയാണ്. ആ ഒരു സ്റ്റേപ്പിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഇതിനൊക്കെ 60% വാങ്ങി കൊടുക്കത്തില്ല, 30% വാങ്ങി കൊടുക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന കോപ്പി ലുവക്കൊക്കെ അട്രാക്ട് ചെയ്യുന്നത് ടെമ്പററി ഇൻവെസ്റ്റേഴ്സ് ആണ്. 1 year നമുക്കൊരു ടെമ്പററി ഇൻവെസ്റ്റേഴ്സ് മാക്സിമം ഫണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കാം. ഒപ്പം നമുക്ക് കിട്ടുന്ന സംവിധാനം 1 വർഷം കൊണ്ട് നമ്മുടെ വെഞ്ചർ ആ ലെവലിലേക്കാവും. ഒരു 3 ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് ഇതൊരു 1000 കോടിയിലാവും. അപ്പോൾ 1000 കോടി ആകുമ്പോൾ നിങ്ങളുടെ അഡ്വാൻറ്റേജ് നോ ഇക്വിറ്റി ആർക്കും കൊടുത്തിട്ടില്ല പുറത്ത്.
മനസ്സിലായില്ലേ, പിന്നെ മുതൽ റൺ ചെയ്യാൻ ഡെറ്റ് ഫിനാൻസ് ഓൾറെഡി കിട്ടും. ഇൻവെസ്റ്ററിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ അവർ ചെയ്തു, അവർക്ക് നല്ല റിട്ടേൺ കിട്ടി. ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ തന്നെ ടാൽറോപ്പിന് ഓൾറെഡി വെഞ്ചറിന്റെ 26% ഹോൾഡ് ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾ 1000 കോടിയുടെ റവന്യൂ ഹിറ്റ് ചെയ്താൽ അതിൽ 260 കോടി നമ്മുടേതാണ്, അല്ലെങ്കിൽ 1000 കോടി വാല്യുവേഷൻ ഹിറ്റ് ചെയ്താൽ 260 കോടിയാണ്. ഇതൊരു വിൻ വിൻ സംവിധാനമാണ്. അപ്പം കോപ്പി ലുവക്കിന്റെ ഒരു ബ്രാൻഡിന് ഞാൻ കാണുന്നതും അങ്ങനെയാണ്. കോപ്പി ലുവക്ക് ആസ് എ ബ്രാൻഡ്, ആസ് എ കമ്പനി അതിന് ഹൈലി ബെനിഫിഷ്യൽ ആണ്. ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിൽ ഒരു ഹൈ റവന്യൂ മേക്കിംഗ് വെഞ്ചറാണിത്. ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഈ റവന്യൂ ഫണ്ട് ചെയ്യുന്നവർക്കും അത് നല്ലൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും കോർ എന്തെന്ന് ചോദിച്ചാൽ അബ്ദുൾ ബ്രോയുടെ ആ കണക്ഷൻസ് ആണ്. ആ കണക്ഷൻസിനെ വെച്ചിട്ടാണ് ഈ സംവിധാനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു അബ്ദുൾ ബ്രോയുടെ ഒരു പെർസ്പെക്റ്റീവും വന്നതിന് ശേഷമുള്ള ഒരു ചിന്തകളിലും ബിലീഫിലൊക്കെ ഒരു വ്യത്യാസം വരുമല്ലോ, അതെന്താണ് ഫീൽ ചെയ്യുന്നത്? ബിഗ് ഡിഫറൻസ്, റൈറ്റ്? ഐ തിങ്ക് ഞാൻ കേരളത്തിലോട്ട് കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിൽ മൂവ് ചെയ്തപ്പോൾ എന്നോട് പലവരും പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ചെയ്തത് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൽ ഞാനാകില്ല. ഫസ്റ്റ് ലൈൻ തുടങ്ങിയപ്പോഴും നമുക്ക് ഫസ്റ്റ് കോൺട്രാക്ട് കിട്ടിയത് ഔട്ട്സൈഡ് കേരള. നമ്മൾ ബാംഗ്ലൂർ, ഡൽഹി, ഗുർഗാവ്, ഭിവണ്ടിയിലൊക്കെയാണ് നമ്മളെ വെയർ ഹൗസും ഓപ്പറേഷൻസ് ഒക്കെ. ഞാൻ ഒരു ആള് കേരളത്തിലുണ്ടെന്ന് മാത്രം, പക്ഷെ വേറെ ഒന്നുമില്ല. പിന്നെ ഹെൽപ്പിന് വേണ്ടി റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത്. പിന്നെ ഇത്രയും ഡീപ്പാണ് നിങ്ങൾ കേരളത്തിൽ, ഒബ്വിയസ്ലി ബിക്കോസ് ദാറ്റ്സ് യുവർ ഹോം ഗ്രൗണ്ട്. അങ്ങനെയാണ് കോൺഫിഡൻസ് കിട്ടിയത് ബാക്കിയുള്ള ഓപ്പർച്യൂണിറ്റീസും ക്രാക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ ടാൽറോപ്പിൻ്റെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സഫീർ ബ്രോയുടെ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ, കോപ്പി ലുവർക്ക് ബ്രാൻഡ്സ് അത് ആ വെബ്സൈറ്റിൽ ഒതുങ്ങുമായിരുന്നു. നമ്മൾ സെപ്റ്റോന്നോ ഇൻസ്റ്റമാർട്ടിന്നോ ബ്ലിങ്കിറ്റിന്നോ വരുന്ന POs തൊടുവിലായിരുന്നു. തൊട്ടിരുന്നെങ്കിൽ നമ്മൾ അത് അപ്പോഴും കോപ്പി ലുവർക്ക് എന്ന പ്രോഡക്റ്റിൻ്റെ POs മാത്രം റെസ്ട്രിക്റ്റ് ചെയ്തേനെ. നമ്മൾ ബാക്കിയുള്ള പ്രോഡക്റ്റ് കാറ്റഗറീസ് തൊടുവിലായിരുന്നു, റൈറ്റ്? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു പണ്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അതൊരു SME ബിസിനസ്സായിട്ട് ഒതുങ്ങിപ്പോയേനെ, റൈറ്റ്? കാരണം ഞാൻ പേഴ്സണലി 150 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. അതൊക്കെ ഒരു വെഞ്ചർ റിട്ടേണാണ്. നമുക്ക് ഡിവിഡൻഡ് കിട്ടാനോ പ്രോഫിറ്റ് കിട്ടാനല്ല. നമ്മൾ 2 ലക്ഷം ഇട്ടാൽ 10 കമ്പനികളിൽ അല്ലെങ്കിൽ 30 കമ്പനികളിൽ അതിൽ 20 കമ്പനികൾ പൊട്ടും. ബാക്കി 10 കമ്പനികളിൽ ഈ 2 ലക്ഷം 1 കോടിയായി മാറും. അതാണ് ഔട്ട്കം. പക്ഷേ ഈ ബിസിനസ്സുകൾ SME ആയി പോയി, വെറും ഫസ്റ്റ് ലൈൻ ആണെങ്കിലും കോപ്പി ലുവർക്ക് ബ്രാൻഡ്സ് ആണെങ്കിലും. പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷമാണ് വെഞ്ചർ ക്യാപിറ്റലും അല്ല, അല്ലെങ്കിൽ SME അല്ലാത്ത സ്കെയിലബിൾ കമ്പനീസിന്റെ ചിന്താഗതി വന്നത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ കോപ്പി ലുവർക്ക് ബ്രാൻഡ്സ് ആസ് എ കമ്പനി 27-28 ഫിനാൻഷ്യൽ ഇയറിൽ ചിലപ്പോൾ ഒരു 30-40 കോടിയിൽ ഒതുക്കിയായിരുന്നു. ഒന്ന്, ആ പ്രോഡക്റ്റ് അത് മാത്രമായിരിക്കും. 2, അതിനുള്ള ഫൈനാൻസിങ് അത്ര ചെയ്യൂ. അതാണ് ബിഗ് ഡിഫറൻസ്. സെക്കൻഡ് ഇസ് ഐ ഓൾസോ തിങ്ക് കുറേ ഹെഡേക്ക് പോയി, റൈറ്റ്? വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹയറിംഗ് ഇഷ്യൂസ്, ഇതൊന്നും ഈ ഒരു പ്രായത്തിൽ നമ്മൾ അതിൽ എൻ്റെ അഭിപ്രായത്തിൽ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ അഡ്വാൻറ്റേജ് കണക്ഷൻസാ, റിലേഷൻഷിപ്സ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ ടൈം വേണം. ഇപ്പോൾ ഒരാളെ മീറ്റ് ചെയ്തിട്ട് അന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ ഞങ്ങൾക്ക് ഇത് കച്ചവടം ഉണ്ട്, ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ അവരെ കുറിച്ച് അറിയണം, അവർ നമ്മളെ കുറിച്ച് അറിയണം. ചിലപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 5 വർഷത്തെ ഹിസ്റ്ററി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ എടുക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ടൈം കിട്ടി, ഫ്രീ ആയി, റൈറ്റ്? പിന്നെ തേർഡ് ഇസ് ലൈക്ക് ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, റൈറ്റ്? ഒരു സ്റ്റാർട്ടപ്പിൽ എങ്ങനെയായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും കുറേയൊക്കെ. ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോൾ തുറന്ന് പറയാനുള്ളൊരു കോ ഫൗണ്ടർ നിർബന്ധം, റൈറ്റ്? ഒരു അൺബയസ്ഡ്, non-judgmental co-founder. I think that is what I find in you, right? To be honest. ഇപ്പോൾ ടാൽറോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിലേക്ക് ഞാൻ അബ്ദുൾ ബ്രോയുടെ ഒരു പേഴ്സണൽ എക്സ്പെർട്ടീസ്, ഇപ്പോൾ നമ്മുടെ ഒരുപാട് സ്റ്റാർട്ടപ്പിന് അബ്ദുൾ ബ്രോ മെൻറ്റർ ചെയ്യുന്നുണ്ട്. അബ്ദുൾ ബ്രോയുടെ ആ മെൻറ്റർഷിപ്പ് ഭയങ്കര ഇത് ചെയ്യുന്നുണ്ട്. കാര്യം അബ്ദുൾ ബ്രോ തന്നെ ഒരു കൈറാക് ക്യാപിറ്റൽ എന്നൊരു കമ്പനി, ഏഞ്ചൽ കമ്പനി ഉണ്ടാക്കി 180ഓളം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു, അപ്പോൾ താങ്കളൊരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണെന്ന് പറയും, അപ്പോൾ ഒരു ഏഞ്ചൽ ഫണ്ടാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ്, താങ്കളൊരു സ്റ്റാർട്ടപ്പിൽ ഫണ്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ,
അപ്പോൾ ഇപ്പോൾ 2 ലക്ഷം ഇട്ട് ഞാൻ ലാസ്റ്റ് ഒരു കമ്പനി ഉണ്ട് 1 CR അത് എത്തി. 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു 50x നമ്മളൊരു എന്താണ് 1 കോടിയിലേക്ക് അതിന് റിട്ടേൺ വരുന്ന സംഭവം. ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ ഓരോ സ്റ്റാർട്ടപ്പിൽ ഞാൻ പറയുമ്പോൾ ആ ഒരു ഡിസൈൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് മക്കളെ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല, അത് ഇങ്ങനെയാണ് ഒരു VCയുടെ പെർസ്പെക്റ്റീവ്, ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിന്റെ പെർസ്പെക്റ്റീവ് എന്ന് നമ്മുടെ എക്കോസിസ്റ്റത്തിലെ കുട്ടികളുടെ സ്റ്റാർട്ടപ്പിനെ മെൻറ്റർ ചെയ്യാൻ അബ്ദുള്ളയുടെ മെൻറ്റർഷിപ്പ് ഭയങ്കര എന്തായിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൈറ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ 150 കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓയോയിലുള്ള സമയത്താണ്. കാരണം ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് ട്രീബോലാണ്, സ്റ്റാർട്ടപ്പ് കരിയർ. എന്നിട്ട് അപ്പോഴേ ഞാൻ ഇസോപ്സ്, ഷെയർ, ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കേട്ടു. പിന്നെ ഓയോയിൽ ജോയിൻ ചെയ്തപ്പോൾ നല്ല ക്യാഷ്, നല്ല ലൈക്ക് റിച്ച്, ഫാറ്റ് ക്യാഷ് സാലറി ആയിരുന്നു. അപ്പോൾ അത്രയും ക്യാഷ് സാലറി കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ ചിലവാക്കണം എന്നറിയില്ല. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റിൽ താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ അങ്ങനെ ഏഞ്ചൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് അങ്ങനെ തുടങ്ങി. ഇത് 6 വർഷം മുമ്പ് തുടങ്ങിയത്, റൈറ്റ്. തുടങ്ങി അങ്ങനെ പിന്നെ ഒരിക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ അതേപോലെ കണ്ടിന്യൂ ചെയ്ത് ഒരു 4 വർഷത്തിനുള്ളിൽ 150 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇറ്റ്സ് വെരി അഡിക്റ്റീവ്, ഭയങ്കര അഡിക്റ്റീവാണ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റിംഗ്. അങ്ങനെ ചെയ്ത് പിന്നെ നിർത്തി. ഒരു 4-4.5 വർഷം കഴിഞ്ഞ് അപ്പോൾ നിർത്തി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 150 കമ്പനികളായപ്പോഴത്തേക്ക് ഇറ്റ് വാസ് ടു മച്ച്. ഒന്നും മാനേജ് ഒന്നും ചെയ്യേണ്ട. ഐ എം ദ മോസ്റ്റ് പെയിൻലെസ്, മോസ്റ്റ് പാസീവ് ഇൻവെസ്റ്റർ. പക്ഷെ എങ്കിലും അവർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും, ഒരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കോ അതൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ടൈം അവൈലബിൾ ആക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ സെമി റിട്ടയർ ചെയ്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനൊരു സ്ട്രക്ചർ കൊടുക്കൽ നിർബന്ധം. അങ്ങനെയാണ് നമ്മൾ ഇതിനൊരു പേര് കൊടുത്തത് കൈറ ക്യാപിറ്റൽ. എന്നിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള 150 ഇൻവെസ്റ്റ്മെന്റ്സിനെ ഈ ഫാമിലി ഓഫീസ് ഒരു സെറ്റപ്പിലോട്ട് മാറ്റി. അത് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടപ്സിൽ ഇനി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, കാരണം നമുക്ക് ഓൾറെഡി 150 സ്റ്റാർട്ടപ്സ് ഉണ്ടല്ലോ, റൈറ്റ്. പക്ഷെ അത് കൂടാണ്ട് നമ്മൾ പിന്നെ ട്രഡീഷണൽ ബ്രിക്ക് ആൻഡ് മോട്ടോർ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഇന്തോനേഷ്യയിൽ chain of supermarkets, chain of ice cream, soft serve ice creams, chain of playgrounds അതൊക്കെ തുടങ്ങിയത്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ലീനും പിന്നെ കോപ്പി ലോക്കും. നമ്മളിപ്പോൾ ബിലീവ് ചെയ്യുന്നത് വാല്യുവേഷൻ ലെഡ് മോഡൽ മാത്രം ചെയ്യേണ്ട, ഡേ 1 പ്രോഫിറ്റബിൾ, 0 മാർക്കറ്റിംഗ് സ്പെൻഡ് ആയിട്ടുള്ള ബിസിനസ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും, നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിലും, നമ്മൾ ഫസ്റ്റ് ലൈൻ ആണെങ്കിലും, കോപ്പിയിലൊക്കെ ആണെങ്കിലും നമ്മൾ സെയിൽസ് ഓർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് 0 ആണ്. ഇത്രയും നാൾ നമ്മൾ ചിലവാക്കിയിട്ടില്ല. അതിൽ എൻ്റെ ഫോൺ കോൾ മാത്രമാണ് അതിൻ്റെ ഒരു ചിലവ്. അപ്പോൾ നല്ലൊരു കണക്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ സൗദി എക്സ്പീരിയൻസ് ഒക്കെ ഇതിനൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സൗദിയിലുള്ള വളർന്ന ലൈഫ് സ്റ്റൈലൊക്കെ? അപ്പോൾ ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്. ഐ തിങ്ക് ഒന്ന് ലോകം കണ്ട് വളരൽ നിർബന്ധമാണ്, റൈറ്റ്. ഐ തിങ്ക് കുറേയൊക്കെ ലോകം കാണുമ്പോൾ നമ്മൾ കുറേ പഠിക്കും, റൈറ്റ്. സെക്കൻഡ് ഈസ് മൈ ഡാഡ് was very unconventional, right. നമ്മൾ എത്ര ലേറ്റായി വന്നാലും എവിടെ പോയാലും he never had a problem, right. He was very supportive, right, very trustworthy, right. That was very instrumental. പിന്നെ അവിടെ നിന്നുള്ള മൾട്ടി കൾച്ചറൽ ഫ്രണ്ട്സ് നെറ്റ്വർക്ക്, റൈറ്റ്. സൗദീസ് ആണെങ്കിലും, ഈജിപ്ഷ്യൻസ് ആണെങ്കിലും, തൻസാനിയൻസ് ആണെങ്കിലും, ലക്നൗ, ഹൈദരാബാദ്, ഓൾ ഓഫ് ദാറ്റ് റിയലി ഹെൽപ്പ്, റൈറ്റ്. ലൈക്ക് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ സെമി റിട്ടയർ ചെയ്ത് വന്നപ്പോഴും എൻ്റെ കാലിക്കറ്റ് ആസ് എ ബേസ് ഡിസൈഡ് ചെയ്യാൻ കാരണം എൻ്റെ മക്കൾ ഇന്തോനേഷ്യനാണ്, അവരുടെ പാസ്പോർട്ട് ഇന്തോനേഷ്യനാണ്, അവരുടെ മദർ ഇന്തോനേഷ്യനാണ്. പക്ഷേ നാടും അവർ ഇന്തോനേഷ്യ കണ്ടു, ഫിലിപ്പീൻസ് കണ്ടു, ഇന്ത്യ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇന്ത്യ കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ലൈക്ക് ദേ ഓൾസോ ഹാവ് ടു സീ ദ വേൾഡ് ബെറ്റർ ദൻ ഐ ഡിഡ്, റൈറ്റ്. സോ ഐ തിങ്ക് സൗദി, ആൻഡ് ഇപ്പം സൗദി കുറേ മാറിയിട്ടുണ്ട്, റൈറ്റ്. ഞാൻ പഠിച്ച് വളർന്ന് അത് കഴിഞ്ഞിട്ട് സൗദിയിൽ ഓയോക്ക് വേണ്ടി പോയിരുന്നു ആസ് എ കൺട്രി ഹെഡ്, റൈറ്റ്. അപ്പോഴേ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നൊസ്റ്റാൾജിയ പഴയ സൗദിയാണ്, പഠിച്ചു വളർന്ന സൗദിയാണ് നൊസ്റ്റാൾജിയ. മക്കൾ രണ്ടുപേരാണ്. ഫാമിലി ഇവിടെ എൻ്റെ ഉപ്പയും ഉമ്മയും ഇപ്പൊ നാട്ടിലുണ്ട്, അവര് റിട്ടയർ ചെയ്തു. കോഴിക്കോടുകാരാണ് ബേസിക്കലി. മലപ്പുറമാണ് പ്രോപ്പർ മലപ്പുറം. ഇപ്പോഴും കാലിക്കറ്റിലേക്ക് സെറ്റിൽ ചെയ്തു. മലപ്പുറത്ത് ഏത് ഭാഗത്തായിരുന്നു? കോഡൂർ. മലപ്പുറം കോട്ടക്കൽ റോഡില് കോഡൂർ എന്നാണ് സ്ഥലം. നമ്മുടെ വൺ ഓഫ് ദ ഒരു വില്ലേജ് പാർക്ക് ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. നമുക്കൊന്നിനി നേർക്കിനി അവിടെ തീർച്ചയായിട്ടും.
അപ്പോൾ നമുക്ക് അതായത് ഇപ്പോൾ താങ്കൾ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ IIT ഡൽഹിയുടെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മുടെ IIT അലൂമിനീസ് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ വെഞ്ചർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റത്തിലേക്ക് താങ്കൾ വരുമ്പോൾ തന്നെ ഞാൻ കണ്ടത് ഈ ഒരു കണക്ഷന്, അതായത് നമ്മളൊരു 2 വെഞ്ചറിൽ ഒരുമിച്ച് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. അത് ഓരോ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുമ്പോഴും ഈ എക്കോ സിസ്റ്റം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം IIT ഡൽഹിയിൽ എന്തെങ്കിലും ഒരാളെ കണക്ട് ചെയ്യണം എങ്കിൽ ഏതൊരു വെഞ്ചറിനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒരു അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് എടുക്കാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ഇപ്പോൾ ടാൽറോപ്പിൻ്റെ ഒരു വെഞ്ചർ വരുമ്പോൾ, ഒരു പുതിയ ഇൻവെസ്റ്റ് വരുമ്പോൾ, പുതിയൊരു പാർട്ട്ണർഷിപ്പ്, ഒരാൾ ഈവൻ ഒരു വില്ലേജ് പാർക്കിൻ്റെ ബിൽഡിംഗ് കൊണ്ട് വരുമ്പോൾ ആ വില്ലേജ് പാർക്കിൻ്റെ ബിൽഡിംഗ് കൊണ്ട് UK വലിയൊരു ബിസിനസ്സുകാരനായിരിക്കും. പുള്ളിയുടെ നാട്ടിലൊരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നമുക്കൊരു വില്ലേജ് പാർക്ക് ചെയ്താൽ അപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ UK വരികയാണെങ്കിൽ പറയണം, ഞാൻ കണക്ഷൻ എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡേ ബൈ ഡേ ടാലൻറ്റുകൾ ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു മെൻറ്ററായിട്ടും കൂടിയാണ് അബ്ദുൾ ബ്രോയെ കാണുന്നത്. ടാൽറോപ്പിൻ്റെ എക്കോ സിസ്റ്റത്തിന് ഈ ഒരു സംഭവത്തിൽ അബ്ദുൾ ബ്രോയ്ക്ക് ഒരുപാട് അഡിഷൻ ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസമില്ലേ? തീർച്ചയായിട്ടും. റൈറ്റ്, ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ everyone, like I have achieved more than what I wanted. Yes. Right now I don't get satisfaction by earning more. Ipo satisfaction kittunna is when I give back to the society. Right, ഇപ്പോൾ മഹാദേവ് പോലെ അല്ലെങ്കിൽ അവരെ പോലെ സിയാദിനെ പോലെയുള്ള ആൾക്കാർ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ വലുതാവുമ്പോൾ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റണം ഞാനും അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹാപ്പിനെസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, അത് ആണ്. പിന്നെ കേരള ഇസ് യുവർ റൂട്ട്, യുവർ ഹോം ഗ്രൗണ്ട്. എത്ര പുറത്ത് പഠിച്ച് വളർന്നു എന്ന് പറഞ്ഞാലും ആ സോഫ്റ്റ് കോർണർ ഉണ്ടാവും. റൈറ്റ്, ആ സോഫ്റ്റ് കോർണറും ഉണ്ട്. അതാണ് എനിക്ക് ടാൽറോപ്പിൽ ഇഷ്ടം. റൈറ്റ്, ഒന്ന് യു ആർ ഏബിൾ ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. റൈറ്റ്, സെക്കൻഡ് ഈസ് യു ആർ ഓൾസോ ഏബിൾ ടു ഗിവ് ബാക്ക് ടു യുവർ ഹോം. അത് നമ്മളിപ്പോഴും പറഞ്ഞു വെക്കാറുള്ളൊരു സംവിധാനമുണ്ട്. നമ്മളാരും മരിച്ചു പോകുമ്പോഴൊന്നും ഒന്നും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. നമ്മൾ എത്ര പേരുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നിലനിൽക്കാനുള്ളൊരു ബേസ് വേണം. അതിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ജോബ്, നമ്മുടെ ഏർണിങ്സ് ഒക്കെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കാര്യം പോലും നോക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് സമൂഹത്തിന്റെ കാര്യം നോക്കത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. പക്ഷെ എന്നിട്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ എഫേർട്ട് എടുക്കുന്നത്? അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു അറബിയും വന്ന് ഈ നാട് ഡെവലപ്പ് ചെയ്ത് തരാൻ പോകുന്നില്ല, ഒരു യൂറോപ്യനോ ഒരു അമേരിക്കനും വന്നത് ചെയ്തു തരാൻ പോകുന്നില്ല. ഇത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ നമ്മൾക്ക് ഓക്കെ ലോകം മുഴുവൻ പോകണം. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികൾ കാനഡയിലും പോകണം, ഓസ്ട്രേലിയയിലും പോകണം, UK പോകണം, US പോകണം, എല്ലായിടത്തും പോകണം. പക്ഷെ അവരുടെ എക്സ്പെർട്ടൈസും സ്ട്രെങ്തും കണക്ഷൻസും യൂസ് ചെയ്തിട്ട് നമ്മുടെ നാടും കൂടി ഡെവലപ്പ് ചെയ്യപ്പെടണം, നമ്മുടെ ഗ്രാമങ്ങൾ കൂടി ഡെവലപ്പ് ചെയ്യണം. നമുക്കിപ്പോൾ യൂത്തിന് 40% മുകളിൽ അൺഎംപ്ലോയ്മെന്റ്. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ ലാർജ് വെഞ്ചേഴ്സ് വരണം. ചൈനയിലെ കുടിൽ വ്യവസായങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിച്ച് ജാക്മ അലിബാബ ഉണ്ടാക്കിയതുപോലെ ഇവിടെ ജാക്മയും വരണം, അലിബാബയും വരണം. ഇവിടെ എന്ത് ചെയ്യണം, സുക്കർബർഗും വരണം, ഫേസ്ബുക്കും വരണം, ഇവിടെ ജെഫ് ബെസോസും വരണം, ആമസോണും വരണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോഴാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എക്കോ സിസ്റ്റം, ആവാസ വ്യവസ്ഥ വേണം. ആ ആവാസ വ്യവസ്ഥയിൽ ഓരോ ടാലന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ടാൽ ഡ്രോപ്പ് എന്ന് തന്നെ ഇതിന് പേര് വന്നത്. ടാലന്റുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടണം. അപ്പം അങ്ങനെ നമ്മുടെ ഈ സിലിക്കൺ വാലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ലാർജ് വെഞ്ചേഴ്സ് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു 1, 2, 3 വെഞ്ചർ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്കോ സിസ്റ്റത്തിലേക്ക് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ടാലൻറ്റ് ഇന്നോവേഷൻ ഫോർമുല നടപ്പിലാക്കി നമ്മൾക്കും ഇവിടെ നമ്മുടെ നാടും അമേരിക്കയുടെ കാലിഫോർണിയയുടെ സിലിക്കൺ വാലി പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു ടാലൻ്റായിട്ടാണ് ടാൽ ഡ്രോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അബ്ദുൾ ബ്രോനെ നമ്മൾ കാണുന്നത്. അപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഒരുമിച്ച് നേടാം. നമുക്കൊക്കെ വലിയൊരു സൊസൈറ്റിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. എന്തായാലും നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ചേർന്നതിനും അബ്ദുൾ ബ്രോയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി, നമ്മുടെ വെഞ്ചേഴ്സ്, ഇതെല്ലാത്തിനെക്കുറിച്ചും ഷെയർ ചെയ്തതിന് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് നമുക്ക് ഈ അബ്ദുൾ ബ്രോയുടെ ഈ പറയുന്ന ജേർണിയും ഒരു മെൻറ്റർഷിപ്പൊക്കെ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും ഈ പോഡ്കാസ്റ്റ് ഒന്ന് അവസാനിപ്പിച്ചാലോ? എന്തെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇല്ല, നോ, ഐ തിങ്ക് a good job done. Continue this. ഇതാണ് കേരളത്തിന് വേണ്ടത്. റൈറ്റ്, ഐ ഹോപ്പ് a lot more people start supporting and start engaging. റൈറ്റ്, സപ്പോർട്ട് വേണമെന്നില്ല, ഇത് യൂസ് ചെയ്യുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഇൻഫ്രാസ്ട്രക്ചറും ഈ റിസോഴ്സസും യൂസ് ചെയ്ത് ലേൺ, ട്രൈ, എക്സ്പെരിമെന്റ്, ഫെയിൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു അബ്ദുൾ ബ്രോ. താങ്ക് യു.